ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ പറമ്പിക്കുളത്താണുള്ളത്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറമ്പിക്കുളത്ത് വന്നു, നമ്മൾ അവിടുത്തെ സഫാരിയും കാഴ്ചകളൊക്കെ കണ്ടു. ഇന്ന് നമ്മൾ പറമ്പിക്കുളത്തെ ബാംബു ഐലൻഡ് വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളെ ഞാൻ ബാംബു ഐലൻഡിൻ്റെ സ്റ്റേ കാണിച്ചു തരാമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ നമ്മൾ സ്റ്റേയിലെത്തിയിരിക്കുകയാണ്. ബൈ ദ വേ, നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ തീർച്ചയായും അത് കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ വരും. നമ്മുടെ പറമ്പിക്കുളത്ത് വരുന്നതും അവിടുത്തെ സഫാരിയുടെയും കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസാണ് ഇന്ന് ഈ എപ്പിസോഡിൽ. നമ്മൾ അവിടുത്തെ ഐലൻഡിലുള്ള സ്റ്റേ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് താമസിയാതെ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. നല്ല അടിപൊളി കിടുക്കൻ സ്റ്റേ ആണ് കേട്ടോ. സ്റ്റേ കിടുക്കനെന്ന് പറയാൻ കാരണമുണ്ട്. ഞങ്ങൾ ആക്ച്വലി 4 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ ഗസ്റ്റായിട്ട്. ഈ കാണുന്ന ട്രീ ഹൗസ് ഉണ്ട്, ഇവിടെയാണ് നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ 4 പേരും വേണമെങ്കിൽ അവർ ഒരാളെ കൂടെ ആലോചിക്കും. 4+1 അതിന് എക്സ്ട്രാ കാശ് കൊടുക്കണം. പിന്നെ ഇവിടുത്തെ നമ്മളെ സഹായിക്കാനുള്ള ഒരു 2-3 പേരുണ്ടാവും, അവർ അവിടെയും താമസിക്കും. അത് കാരണം ഈ എൻറ്റയർ ഐലൻഡ് ഫുള്ള് നമ്മൾ മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ പ്രൈവസി, കാം ആൻഡ് ക്വയറ്റ്, നല്ല അടിപൊളി ഏരിയ ആണ്. ചുറ്റും വെള്ളവും ചെങ്ങാടവും ഒക്കെ ആയിട്ട് എന്ത് രസമാണെന്നറിയോ. നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ടൊക്കെ ഒരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ സ്ഥലമാണ്. നമുക്ക് മുകളിലോട്ട് കയറി ഇതിൻ്റെ ആഘോഷമൊക്കെ ഒന്ന് കാണാം. അത്യാവശ്യം കുറച്ച് പടികൾ കയറാറുണ്ട്, പക്ഷെ സുഖമായിട്ട് കയറാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കയറി വരുമ്പോൾ തന്നെ ദേ വ്യൂ കണ്ടാ വേറെ എന്നാ വേണം, പൊളിയല്ലേ. നമുക്കാകെ കാണാം. 3 കട്ടിലുണ്ട്, 2 സിംഗിൾ കട്ടിലും ഇപ്പറ ഷേപ്പില്ലാത്തൊരു കട്ടിലും. നമുക്ക് 4 പേര് സുഖമായിട്ട് കിടന്നു കേട്ടോ. പിന്നെ ഒരു ചെറിയ ടേബിളുണ്ട്, അവിടെ തുണിയൊക്കെ വിരിച്ചും വാരിയൊക്കെ ഇട്ടേക്കുന്നു. പിന്നെ ബാത്റൂമും ഉണ്ടോ, നല്ല സൂപ്പർ നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ്. അതെ, ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ട്. ബാൽക്കണിയാണ് മോനെ ഹൈലൈറ്റ്. ഇതാണ് ഇവിടുത്തെ ചേട്ടന്മാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവിടെ ഒന്ന് വിളിച്ചാൽ മതി, അവർ എല്ലാം സെറ്റാക്കി തന്നോളും. എല്ലാം അടിപൊളി കാട്ടുവള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മൊത്തം ഇതിനകത്ത് ഇങ്ങനെ ചുറ്റി പണഞ്ഞ് കിടക്കുക. ബലമാണ്. സോളാർ പാനൽ വെച്ചിട്ടാണ് ഇവർ ഈ ഐലൻഡിലോട്ടുള്ള ഫുള്ള് പവർ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കറണ്ടിനൊന്നും ഒരു പ്രശ്നമില്ല, ഫുൾ ടൈം കറണ്ടൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ റൂമിൽ കയറി നമ്മൾ ഒന്ന് ഫ്രഷനപ്പായി ഒന്ന് ചെറുതായിട്ട് റെസ്റ്റൊക്കെ എടുത്തു. ഈ ഐലൻഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങി അടിച്ച് കണ്ടു. പക്ഷേ രാത്രിയായപ്പോൾ ഇതിൻ്റെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണണോ? ഇത് കണ്ടോ, പൂർണ്ണ ചന്ദ്രൻ, അതിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ. ആ ബാൽക്കണി ഇരുന്നിട്ടുണ്ടല്ലോ, ഒരു ഫുഡൊക്കെ അടിച്ചിട്ട് എന്ത് നല്ല വ്യൂ ആണെന്നറിയോ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫീലാണ്, നല്ല കിട്ട് ഫീലിംഗ് ആണ്. ഇപ്പോൾ ഫുഡ് വന്നു, ഇനി ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കയറി കിടക്കട്ടെ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. നല്ല സൂപ്പർ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. കട്ടൻ ചായ വന്നിട്ടുണ്ട്, ഒരു കട്ടൻ ചായ അടിക്കാം. നല്ല അടിപൊളി കാറ്റ് രാവിലെ തന്നെ. ഇങ്ങനെ ബാൽക്കണി നിന്നാൽ എല്ലാ കാറ്റും കൊട്ടിച്ചൊരു കടിഞ്ചായൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കാം. പിന്നെ വേറൊരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഇപ്പുറത്തെ ഈ സ്റ്റേയിൽ ഫുഡ് ഇൻക്ലൂഡ് അല്ല, സ്റ്റേ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം ഫുഡിനുള്ളത് നമ്മൾ എക്സ്ട്രാ കരുതണം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഫുഡ് വാങ്ങിച്ചാൽ
അവർ സഹായത്തോടുള്ളവർ നമുക്കിവിടെ കുക്ക് ചെയ്ത് തരും. അതാണ് ഇവിടുത്തെ പതിവ്. അപ്പോൾ നിങ്ങൾ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അവർ കുക്ക് ചെയ്ത് തരും. അപ്പം ഞങ്ങൾ ചപ്പാത്തി വാങ്ങിച്ചു, ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ അവർ ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി തന്നു. അപ്പം അത് മാത്രമാണ് ഇതിനകത്ത് ഒരു നമ്മൾ മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ബാക്കിയെല്ലാം കൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പറമ്പിക്കുളം.org എന്ന് പറയുന്ന അവരുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയി നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവൈലബിലിറ്റിയും പ്രൈസും ഒക്കെ അറിയാൻ പറ്റും. ഇവർക്ക് ഒരു 5ഓളം സ്റ്റേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഒന്നാണ് ഇത്. പെരുവാരി ബാംബു ഐലൻഡ് നെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ബാക്കിയുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പല പല പാക്കേജുകളും 2 പേർക്കുള്ള 4 പേർക്കുള്ള ഒക്കെയാണ്. പിന്നെ ഇവിടെ നിൽക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാടിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ട ഒരു ഐലൻഡുള്ള സ്റ്റേ ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. വൺസ് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് പുറത്ത് പോയൊന്നും വാങ്ങാൻ പറ്റത്തില്ല. നമ്മൾ മറ്റൊരു 3 സ്റ്റാർ അല്ലെങ്കിൽ ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ പോയി അവിടെ കിട്ടുന്ന ആ ഒരു സർവീസും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇതൊരു കാട് നടക്കാണ്. ഓഫ് കോഴ്സ് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. എന്നിരുന്നാൽ തന്നെ വളരെ മനോഹരമായിട്ടാണ് അവർ സ്റ്റേയും ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. നമ്മൾ ആ ഒരു ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ഫോറസ്റ്റ് സ്റ്റേ അല്ലെങ്കിൽ കാടിൻ്റെ മനോഹാരിത അതൊക്കെ ആസ്വദിക്കുക. കൂടുതലും അതാണ്. പിന്നെ ഓഫ് കോഴ്സ് കാടെന്ന് പറയുമ്പോൾ കാടിൻ്റേതായിട്ടുള്ള ചില മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഒച്ച വെച്ചും കൂവിയും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കാതിരിക്കുക. നിശബ്ദമായിട്ട് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതി ആസ്വദിക്കുക, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ നമ്മൾ ഒച്ചയൊക്കെ വെച്ച് മൃഗങ്ങളുടെ അവരുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സമയം ഏകദേശം 9:30ആയി. 10:30ക്കാണ് നമുക്കിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഓംലേറ്റ്. ഇന്നലെ ഞങ്ങൾ മുട്ട വാങ്ങിച്ചിരുന്നു. അപ്പം ഉപ്പുമാവ് മതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ രാവിലെ നമ്മുടെ ഉപ്പുമാവും ഓംലേറ്റും. അപ്പോൾ പരിപാടി തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്ത് താഴെ ഇറങ്ങി ചേട്ടന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവർ വന്നിട്ട് നമ്മളതിന് പാമ്പൂർ അസ്ഥി കയറ്റി അവിടെ ഇറക്കും. അവിടെ നമ്മൾ കാലെ കയറി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ പാമ്പു ഐലൻഡ് നെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ല. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തിക്കോളൂ. നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് ലഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ. നല്ല കാറ്റുണ്ട് ഇവിടെ. അതാ ഇവിടെ നിന്ന് പറഞ്ഞത് കേൾക്കാവോ? കാറ്റിൻ്റെ സ്വരം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക.